കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അവകാശപ്പെട്ടതുപോലെ ഒന്നും ആകസ്മികമല്ല. ഈ വീഡിയോ ദൃശ്യമടക്കം എല്ലാം അവരുടെ ആസൂത്രണമായിരുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ അന്വേഷണത്തിൽ കണ്ടെത്തി. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയെ കണ്ണൂർ കളക്ടറോ കളക്ടറേറ്റിലെ സ്റ്റാഫുകളോ ക്ഷണിച്ചിരുന്നില്ല. പെട്രോൾ പമ്പ് NOC അപേക്ഷയിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. പെട്രോൾ പമ്പ് അപേക്ഷയിലുള്ള ഫയലിൽ നവീൻ ബാബു അകാരണമായ കാലതാമസം വരുത്തിയിട്ടില്ല. അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിലും മരണകാരണത്തിലും പോലീസ് അന്വേഷണം വേണമെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു. നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ PP ദിവ്യയുടെ ആസൂത്രണം വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിലെ മൊഴികൾ. യാത്രയപ്പ് ചടങ്ങിന് മുൻപ് തന്നെ കളക്ടറേറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെന്നും എന്നാൽ തന്റെ കയ്യിൽ തെളിവില്ലെന്നും PP ദിവ്യ കളക്ടറോട് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഒക്ടോബർ 14-ന് യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ എത്തുന്നത്. ചടങ്ങിനെത്തും മുൻപ് PP ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറേറ്റ് സ്റ്റാഫിനെ ഫോണിൽ വിളിച്ചു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങ് ചിത്രീകരിക്കാനുള്ള ആസൂത്രണം ചെയ്ത ശേഷമാണ് PP ദിവ്യ കളക്ടറേറ്റിലെത്തിയത്. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷനിലെ ജീവനക്കാരുടെ മൊഴി ദിവ്യയുടെ വാദങ്ങൾ പൊളിക്കുന്നു. ദിവ്യ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ദൃശ്യങ്ങൾ പകർത്താനെത്തിയതെന്ന് അവർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. പകർത്തിയ ദൃശ്യങ്ങൾ PP ദിവ്യയ്ക്ക് തന്നെ കൈമാറി. PP ദിവ്യ പറഞ്ഞതുപോലെ വേറൊരു പരിപാടിക്ക് പോകുന്ന വഴി ഇങ്ങനൊരു യാത്രയപ്പ് ചടങ്ങ് നടക്കുന്നതറിഞ്ഞ് എത്തിയതല്ല അവർ. മറിച്ച് നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി മുദ്രകുത്താനും അതിന് തെളിവുണ്ടാക്കാനും തന്നെയാണ് PP ദിവ്യ എത്തിയതെന്ന് റിപ്പോർട്ട് തുറന്നു കാട്ടുകയാണ്. പെട്രോൾ പമ്പ് NOC അപേക്ഷയിൽ കൈക്കൂലി വാങ്ങിയെന്ന അപേക്ഷകൻ പ്രശാന്തന്റെ ആരോപണവും ഇതോടെ പൊളിഞ്ഞു. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്ന പ്രശാന്തന്റെ വാദം കള്ളമാണെന്ന്, പരാതിയില്ലെന്ന വിജിലൻസിന്റെ വെളിപ്പെടുത്തലോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട്. PP ദിവ്യയെയും കണ്ണൂരിലെ CPM-നെയും വെട്ടിലാക്കുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഈ റിപ്പോർട്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.